ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ചെടികളെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് കേട്ടോ ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ ചെടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കാൻ ഏൽപ്പിച്ച ആൾ അത്യാവശ്യം നന്നായിട്ട് ചെടികൾ നോക്കിയിട്ടുണ്ട്. ഈ CC പ്ലാന്റൊക്കെ ഞാൻ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒരാൾ കട്ടിങ് ചോദിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. അതൊക്കെ നന്നായി വലുതായി. അതേപോലെ തന്നെ മണി പ്ലാന്റ് ആയാലും നന്നായി വലുതായി. വള്ളിയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നന്നായി വലുതായി വന്നു. ഞാൻ നോക്കണേക്കാളും നന്നായിട്ട് അദ്ദേഹം നോക്കിയിട്ടുണ്ടെന്ന് ഇതിന്ന് മനസ്സിലാക്കാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉള്ളപ്പോഴൊന്നും ഇത്രയ്ക്ക് അതിങ്ങനെ വലുതാവാൻ വിട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണമുണ്ട്. പിന്നെ ഇതിലൊക്കെ നിറയെ പൂ വന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേനൽക്കാലമല്ലേ, ചില ചെടികളെങ്കിലും ഒക്കെ അങ്ങനെ നാശമായിട്ടുണ്ടാവും, ഉണങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ആൾ ഇടയ്ക്ക് വെള്ളം ഒഴിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ വാടിയിട്ട് നിൽക്കില്ലേ. അപ്പോൾ ചെടികളൊക്കെ കുറച്ചൊക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവും എന്നുള്ള ഒരു ആവലാതിയും വേവലാതിയും ഒക്കെ എനിക്കുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത്. പക്ഷെ അതൊന്നും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം അത്രയും നന്നായിട്ട് ആൾ നോക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ നിറയെ ഇല വന്നു കേട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അത് ഞാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ മാറ്റി വെച്ച കാരണം കൊണ്ട് എന്താണെന്നറിയില്ല, അതിങ്ങനെ കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ പച്ചപ്പുണ്ട്, അത് പിടിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ ഇതിലൊക്കെ പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ ചെടികളും വലുതായി വന്നിട്ടുണ്ട്. പിന്നെ ആ കലേഡിയം ഒരു മഴക്കാലത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ മഴക്കാലത്ത് നന്നായി വലുതായി ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ചുരുങ്ങിപ്പോയി. പിന്നെ അതുമ്മ 2 ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ 2 ഇല. ഇപ്പോൾ നോക്കുമ്പോൾ അതുമ്മ വലിയൊരു ഇല വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂ ഡേയ്സൊക്കെ നന്നായി വലുതായി വന്നു. മറ്റെല്ലാ ചെടികളും ഡേയ്സി എല്ലാം നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അത്യാവശ്യം നന്നായി വെള്ളം അവർക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഉഷാറായി നിൽക്കുന്നത് കണ്ടോ. കലേഡിയം വലിയ ഇല വന്നതുമേ. ഇതൊക്കെ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ കട്ടിങ് വെച്ചുള്ളതാണ് കൊണ്ട് അതൊക്കെ പിടിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചെടിയായാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് വലുതായി വന്നിട്ട്. പിന്നെ ഇതിന്മേലൊക്കെ പടർന്ന് പന്തലിച്ച് പോയി. ഇതുമ്മ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരുമിച്ച് 2 എണ്ണം ഉണ്ടായി കണ്ടിട്ടുണ്ട്. പക്ഷേ അതുമ്മ 3 എണ്ണം ആദ്യമായിട്ട് കാണുന്നത്. ഇതൊക്കെ ഞാൻ പോകുന്നതിന് മുമ്പ് ചെറിയ ചെടിയായിരുന്നു. പൂവൊന്നും ഉണ്ടായിരുന്നില്ല, വിത്തിട്ടിട്ട് ചെറിയ ചെടിയായി നിൽക്കുകയായിരുന്നു. അതുമ്പോൾ പൂവുണ്ടായത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ ഇതുമ്മലൊക്കെ ഇങ്ങനെ നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ വന്ന് കാണുമ്പോഴേ എനിക്ക് സന്തോഷം എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും സന്തോഷമാണ്. വെങ്കട മുള്ളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയധികം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത്. പോകുമ്പോഴൊന്നും ഇത്രയ്ക്കധികം പൂക്കൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ മഞ്ഞ പൂ ഉണ്ടാവുന്നത് ആകാശം മുട്ടി തുടങ്ങിയെന്ന് തോന്നണം. അത് നന്നായി വലുതായി മുട്ടുണ്ട്. അതുമ്മേ പൂ കുറവാണ്. അതുമ്മ ഉണ്ടായി വരുമെന്ന് വിചാരിക്കണം. പിന്നുള്ളത് എൻ്റെ ഗ്രീൻ പോത്തോസ് പോകുന്നതിന് മുമ്പ് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് നന്നായി വലുതായി അതുമ്മേക്ക് പടർന്ന് കയറിയിട്ടുണ്ട്. പിന്നെ ചെറിയ കാടൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടത് ഈ മൊസാണ്ടയാണ് കേട്ടോ. ഞങ്ങൾ വന്ന് കയറിയ സമയത്ത് ഒരു ബൾബ് കത്തിച്ച് ഇങ്ങനെ ആ ബൾബിൻ്റെ ഒരു പ്രകാശം പോലെയാണ് കേട്ടോ ഈ മൊസാണ്ട. അങ്ങനെ ഞാൻ വന്ന് കയറിയ സമയത്ത് ഒരു 6 മണി നേരത്തെ രാവിലെ പുലർച്ചെ ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ കയറി വന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഇതിങ്ങനെ ഒരു ബൾബ് നിൽക്കണ പോലെയാണ് കേട്ടോ ഈ മൊസാണ്ട. വെള്ളയെ കാരണം കൊണ്ട് എനിക്ക് തോന്നിയത് അത്രയും ഭംഗിയായിരുന്നു. ബ്രൈഡൽ ബൊക്കെയൊക്കെ പൂ കഴിഞ്ഞു. അതൊക്കെ നന്നായി വലുതായി കാട് പിടിച്ച ഓണം പോലെയായി. പക്ഷേ ഒന്നും പോയിട്ടില്ലല്ലോ, അതന്നെ ഒരു സമാധാനം. മുല്ലൊക്കെ നന്നായി വലുതായി. ഇതും അധികം മണമില്ലാത്തതാണ്. പിന്നെ ബ്രോണി ഇവിടെ ഇല്ല, എൻ്റെ വീട്ടിലാണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ. ഈ ചെടികളൊക്കെ അതിനൊന്നും വലിയൊരു മാറ്റമൊന്നുമില്ല. പിന്നെ ചെമ്പകം അതേപോലെ നല്ല എത്തിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ താമര ആമ്പലൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. തവള ഉണ്ടായിരുന്നു. വെങ്കേമലൊക്കെ കുറേ അധികം പൂക്കളായി. തവളക്കുട്ടന്മാർ ഇതിൻ്റെ ഉള്ളിൽ കയറി കളിക്കുന്നുണ്ടായിരുന്നു. നന്നായി വലുതായി. ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഒന്നും പോയിട്ടില്ലല്ലോ, ചെടികളൊന്നും നാശമായി പോയിട്ടില്ലല്ലോ. ചെടികളൊക്കെ വലുതായെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ നിർത്താം. പക്ഷേ ഒന്നും പോവാത്ത തന്നെ എനിക്ക് ഇത്രയും നോക്കി ഉണ്ടാക്കിയിട്ട് പോവാന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. ഇനി മോർണിംഗ് ഗ്ലോറി ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ആദ്യത്തെ പൂവ് വിരിയാനായിട്ട് റെഡി ആയിട്ട് നിന്നത്. പക്ഷേ ഞാൻ ഫോട്ടോയിൽ കൂടിയാണ് ആദ്യത്തെ പൂ വിരിഞ്ഞത് കണ്ടത്. ഇവിടെ വന്നപ്പോൾ അതിന് കുറച്ച് 2 പൂക്കളൊക്കെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സന്തോഷം. ബോഗൺവില്ലയുടെ മുകളിൽ ഇല കൂടി, കാരണം വെച്ചാൽ വെള്ളം കൂടുതൽ ഒഴിച്ചെന്ന് തോന്നുന്നു. അവർക്ക് അറിയില്ലല്ലോ അതിനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ വെള്ളം കൂടുതലായിട്ട് എന്താണെന്നറിയില്ല, പൂ കുറവായിരുന്നു, ഇല കൂടിപ്പോയി. പിന്നെ മറ്റു ചെടികളൊക്കെ നന്നായി വലുതായി ഉഷാറായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ മുല്ലയുടെ മുകളിൽ മൊട്ടുണ്ട്. ഇത് മണമുള്ളതാണ് കേട്ടോ.
ഇത് മണമുള്ള മുല്ല. അത് കാരണം ഇഷ്ടമാണ് അതിനെ കുറച്ച് കൂടുതൽ. അതുമ്പോൾ പൂവ് മുട്ട് വിരിഞ്ഞിട്ടുണ്ട്. ജെറ്റ് റൂഫൊക്കെ ആയാലും നന്നായി വലുതായി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ.